ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏവർക്കും വചന പുലരിയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ പ്രഭാതത്തിൽ ചെറിയ ഒരു വചനഭാഗം നമുക്കിങ്ങനെ ചിന്തിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25-ാം വാക്യത്തിൽ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ. ഒന്നിനെക്കുറിച്ചും നിങ്ങൾ ആകുലരാകേണ്ടതില്ല, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ടെൻഷൻ അടിക്കേണ്ടതില്ല എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ പലപ്പോഴും കേൾക്കുന്നൊരു വാക്കാണ്, ഒത്തിരി ടെൻഷനാണ്. ഇപ്പോൾ അനേക വിദ്യാർത്ഥികളോ പരീക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒക്കെ അവർ പ്രിപ്പയർഡായിട്ട് മാറുന്നതായ സമയത്ത് ടെൻഷനാണ്, ഒത്തിരി ആകുലതകൾ കൊണ്ട് നിറയുന്നു. എന്നുവെച്ചാൽ എങ്ങനെ തരണം ചെയ്യാൻ അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി പേര് പ്രാർത്ഥന സഹായം ആവശ്യപ്പെടാറുണ്ട്. അല്ലെങ്കിൽ ജീവിതത്തിലൊരു പ്രതിസന്ധി ഘട്ടങ്ങൾ കടന്നു വരാനിടയായി തീരുമ്പോൾ പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടു പോകുന്നു, ടെൻഷനാണ്, ദൈവമേ ഇനി അടുത്ത ജോലി കിട്ടുമോ. അല്ലെങ്കിൽ ജീവിതത്തിൽ പെട്ടെന്ന് രോഗാവസ്ഥ കടന്നു വന്നു, പെട്ടെന്ന് ആകുലതകൾ കൊണ്ട് നിറഞ്ഞ് ദൈവമേ ഈ രോഗം ഇനി മാറുമോ. ഇങ്ങനെ ആകുലപ്പെടുന്നതായ ഒരു സാഹചര്യങ്ങൾ നമുക്ക് എല്ലാവരുടെയും ജീവിതങ്ങൾ കാണാൻ സാധിക്കും. ചില ഉത്കണ്ഠകളൊക്കെ നമുക്ക് പെട്ടെന്ന് തരണം ചെയ്യാൻ പറ്റുകയുമില്ല. എന്നാൽ കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളൊന്നിനെക്കുറിച്ചും ആകുലരാകേണ്ടതില്ല. നിങ്ങൾ വസ്ത്രത്തെക്കുറിച്ച് ആകുലപ്പെടേണ്ടതില്ല, നിങ്ങൾ ഭക്ഷണത്തെക്കുറിച്ച് ആകുലപ്പെടേണ്ടതില്ല, നിങ്ങൾ പാർപ്പിടത്തെക്കുറിച്ച് ആകുലപ്പെടേണ്ടതില്ല. ഇതെല്ലാം നിങ്ങൾക്ക് വേണമെന്നും ആവശ്യമാണെന്നും ഞാൻ അറിയുന്നുണ്ട്. ഒറ്റ കാര്യം മാത്രം, മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടി എല്ലാം നിങ്ങൾക്ക് വേണ്ടി ക്രമപ്പെടുത്തി തന്നെ ഇടയായി തരും. കർത്താവ് ഒറ്റ കാര്യമേ കർത്താവ് പറയുന്നുള്ളൂ, അവനെ അന്വേഷിക്കുക. ക്രിസ്തുവിനെ സ്വന്തമാക്കി മാറ്റുമ്പോൾ അവനും കൂടെ ഉണ്ടെങ്കിൽ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ടതില്ല. കാരണം ഇന്ന് ആകുലതകളുടെ എല്ലാ അർത്ഥമെന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു കൂടെ ഇല്ല എന്നുള്ളതാണ്. ക്രിസ്തു ഉണ്ടെങ്കിൽ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ടതില്ല. അത് ഏറ്റവും ഈ പ്രഭാതത്തിൽ ക്രിസ്തുവിനെ സ്നേഹപൂർവ്വം നമുക്ക് ചേർത്ത് പിടിക്കാം. അവൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനു ഭയപ്പെടണം. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളൊന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ടതില്ല. അവൻ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് കർത്താവ് അനുകൂലമാക്കി മാറ്റാൻ ഇടയായി തരും. അവൻ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ വിജയിക്കും, അവൻ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ രോഗം മാറും, അവൻ കൂടെ ഉണ്ടെങ്കിൽ ഈ പ്രതിസന്ധികളൊക്കെ മാറിപ്പോകും, അവൻ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം തരണം ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റും എന്ന് വിശ്വസിച്ചുകൊണ്ട് അവനിൽ ആശ്രയിക്കുന്നവരായിട്ട് മാറുവാൻ ദൈവം ഓരോരുത്തർക്ക് ഇടവരുത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.